ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഒരു മുട്ടയാണ് ഇന്ന് മിക്സിങ് മുട്ട പൊരിക്കുന്നത്. പണ്ട് നമുക്കൊക്കെ അമ്മ ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ടാണ് നമുക്ക് പൊരിച്ച് തരുന്നത്. നമുക്ക് തേങ്ങയുണ്ട്, മഞ്ഞൾപ്പൊടി, സവാള, ഒരു കുഞ്ഞു സവാള കൊത്തിയരിഞ്ഞത്, ഒരു ചെറിയ പച്ചമുളക് എരിവില്ലാത്തത്, ഉപ്പ്, കുരുമുളക്, 2 മുട്ട, 2 മതി. ഇത് സവാള റൗണ്ടാണ്, നമ്മൾ സവാള റൗണ്ട് ചെയ്തെടുത്ത സാധനമാണ്. അതിനകത്താണ് നമ്മൾ ഒഴിച്ച് നമ്മൾ മുട്ട പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടി നമുക്ക് ഈ മുട്ടയ്ക്കകത്തോട്ട് ഓരോ സാധനങ്ങൾ വീതം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിതെല്ലാം നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാറുണ്ട്. ഒരു സ്റ്റിക്ക് വെച്ചോ സ്പൂൺ വെച്ചോ നല്ല ഇതിനെ അടിച്ച് പതപ്പിച്ചെടുക്കാറുണ്ട്. ഇതിൻ്റെ ആവശ്യം ഉപ്പുണ്ടാകുന്ന നോക്കണം. കുഞ്ഞുമക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുളക് ഇടണമെന്നില്ല. നമുക്ക് ഇതുപോലെ എല്ലാം വൃത്തിയായി അടിച്ച് പതച്ചെടുക്കാം. ഒരു തീ കത്തിച്ച് ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ശകലം വെളിച്ചെണ്ണ നമുക്ക് തടവി കൊടുക്കാം. എല്ലാം തടവി കൊടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഇതെല്ലാം റൗണ്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. സവാള റൗണ്ട് ചെയ്തെടുത്തതാണ്. ഇനി ഈ സവാളയുടെ റൗണ്ടിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ചൂടായ നോക്കിയതാണത്. കുഞ്ഞുങ്ങൾക്കൊക്കെ മുട്ട പൊരിച്ചിട്ട് പിച്ചു കൊടുത്താൽ ചിലർക്കൊന്നും പിടിക്കില്ല. ഇപ്പം 4 മണിക്ക് ചായക്കാരും വെറുതെ കുഞ്ഞുങ്ങൾ കഴിക്കാനായിട്ട് ഇത് കൊടുക്കാം. നമുക്കിനി ഓരോ റൗണ്ടിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ഒഴിച്ചെടുക്കാം. ഈ റൗണ്ടിനകത്തോട്ട് ഇതുപോലെ മാവ് മുട്ട കലക്കി ഇതുപോലെ കലക്കി നമുക്ക് ഓരോ റൗണ്ടിനകത്തോട്ടും ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഒഴിച്ചെടുക്കാം. നമുക്കിതെല്ലാം ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കെല്ലാം ഇതേപോലെ മറിച്ചിടാം. നമ്മളെ മുട്ടയെല്ലാം ഇവിടെ ഇതേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സവാളയുടെ റോളിങ്ങിനകത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത്. കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ ഇത് കഴിക്കും. സവാളയോടെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. എണ്ണ ഒഴിച്ചുകൊണ്ട് കൊളസ്ട്രോളും വേറെ ഒന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റും. നമ്മുടെ മുട്ട റൗണ്ടായിട്ട് ഉണ്ടാക്കിയ മുട്ട റൗണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയിട്ടാണ് ഉണ്ടാക്കിയത്. സൂപ്പറാണ്. നമുക്ക് ഈ സവാളയുടെ ഇതുകൂടെ തന്നെ നമുക്ക് കഴിക്കാം. വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട. ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റ്. കട്ടൻ തേയിലയുടെ കൂടെയോ വെറുതെയോ ഒക്കെ കഴിക്കാം. നല്ലതാണ്. കുഞ്ഞുങ്ങളൊക്കെ വെക്കേഷൻ നിൽക്കുകയല്ലേ, ഇതുപോലെ മുട്ടയൊക്കെ കഴിക്കാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആ തേങ്ങയും കൂടി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. സൂപ്പറാണ്. എല്ലാവരും ഇതുണ്ടാക്കണം.